ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ബിജു മാത്യു കല്ലശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. എല്ലാ കാലത്തും എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ദൈവം തൻ്റെ ദാസനായ യോശുവയോട് പറഞ്ഞതായ ഒരു വലിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇതിനു മുൻപുള്ള പ്രസ്താവന യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു എന്ന കാര്യം യോശുവയ്ക്കറിയാവുന്നതുപോലെ ദൈവം യോശുവയോട് പറയുകയാണ്, എനിക്കും അതറിയാം, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, നിൻ്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ അടുത്തതായിട്ട് ദൈവം യോശുവയോട് പറഞ്ഞത് ഇനിയും വളരെ ദേശം കൈവശമാക്കുവാനായിട്ടുണ്ട്. ഇത് യോശുവ മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. എന്നാൽ നമ്മളും ഈ കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വചനത്തിൽ ഇതെഴുതി രേഖയാക്കി നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രോതാക്കളായ നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ദൈവം നമ്മോട് പറയുകയാണ്, നമുക്കും ഇനിയും അനേക ദേശം കൈവശമാക്കുവാനായിട്ടുണ്ട്. ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്ത പല കാര്യങ്ങളും ഇനിയും നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടതായിട്ടുണ്ട്, നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നാം ഇനിയും പഠിച്ചിട്ടില്ലാത്ത ആത്മിക പാഠങ്ങൾ ബൈബിളിലുണ്ട്. അതിനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാനെല്ലാം തികഞ്ഞു, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല എന്നാരും പറയരുത്. വേദപുസ്തകം ഒരു മഹാസാഗരമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നാം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, പ്രായോഗിക ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതുകൊണ്ട് നമ്മൾ തൃപ്തരാകാൻ പാടില്ല. ഞാൻ ഇത്രയും വർഷം ജീവിച്ചു, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. നമുക്കിനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത അനേക കാര്യങ്ങൾ ഇനിയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. കഴിഞ്ഞ നാളുകളിൽ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ എത്രയോ വട്ടം ദൈവം നമ്മളോട് സംസാരിച്ചിട്ടും നമ്മൾ ചെയ്യാത്തതായ കാര്യങ്ങൾ. ഉദാഹരണമായി പറഞ്ഞാൽ, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ പോലും നമ്മളോട് ദൈവം കഴിഞ്ഞ നാളുകൾ ഇടപെട്ട് സംസാരിച്ചിട്ടും നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, യോശുവയോട് പറഞ്ഞതുപോലെ ഇനിയും വളരെ ദേശം കൈവശമാക്കാനായിട്ടുണ്ട്.
ഫലം പുറപ്പെടുവിക്കുന്ന കാര്യം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നാം ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കണം. ഇനിയും ദൈവം ആഗ്രഹിക്കുന്ന ഫലം ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇനിയും നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് എന്നാണ് ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്. ഒരിക്കലും നമുക്ക് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിരിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നാം ഇനിയും മുൻപോട്ട് വളരെ ദൂരം താണ്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ആത്മിക ദൂത് ദൈവം നമുക്ക് ഈ വചനത്തിലൂടെ നൽകുകയാണ്. ദൈവഹിതത്തിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമുക്കറിയാം. പക്ഷേ ദൈവം പറയുക, നീ ഇനിയും കുറച്ചുകൂടെ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം. ഇനിയും നിൻ്റെ സ്വഭാവം കുറച്ചുകൂടെ നന്നാക്കാനായിട്ടുണ്ട്. ഇനിയും നിൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ നീ പ്രാർത്ഥനാനിരതനായിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും നിൻ്റെ ആരാധനാ ജീവിതം ഒന്നുകൂടെ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ദൈവത്തിനായി കൊടുക്കുന്ന കാര്യത്തിൽ നീ കുറച്ചുകൂടെ ദൂരം താണ്ടേണ്ടതായിട്ടുണ്ട്. കുറേ അധികം ഇനിയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും നീ മറ്റു ചിലരോടും കൂടെ സുവിശേഷം പറയേണ്ടതായിട്ടുണ്ട്. ഇനിയും നീ മുമ്പോട്ട് നീങ്ങണം. പല ദേശം ഇനിയും നിനക്ക് കൈവശമാക്കാനായിട്ടുണ്ട്. അപ്പോൾ യോശുവ ന്യായമായിട്ട് പറയും, കർത്താവേ, ഞാൻ പ്രായമായി. അപ്പോൾ ദൈവം പറയാം, യോശുവേ, നീ വയസ്സേന്ന് വൃദ്ധനായെന്ന് എനിക്കും അറിയാം. നിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി എനിക്കും അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വയസ്സെത്ര ചെന്നാലും ഇനിയും കൈവശമാക്കാനുള്ള ദേശം കൈവശമാക്കുക തന്നെ ചെയ്യണം. അതിന് കൃപയും ശക്തിയും തരുന്നവൻ ഞാനാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രോഗങ്ങൾ നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കും അല്ലേ? നമ്മുടെ ക്ഷീണം നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കും. പക്ഷേ ദൈവം പറയും, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. മുമ്പോട്ട് പോകുക, അതിനുള്ള ശക്തി തരുന്നവൻ ഞാനാണ്, കൃപ തരുന്നവൻ ഞാനാണ്, ബലപ്പെടുത്തുന്നവൻ ഞാനാണ്. മുമ്പോട്ട് പോവുക, മുമ്പോട്ട് പോകുക. മുമ്പോട്ട് പോകാനാണ് ദൈവം എപ്പോഴും പറയുന്നത്. ഇനിയും പഠിക്കേണ്ട പാഠങ്ങളില്ലേ? ബൈബിൾ ക്ലാസ് മതിയെന്ന് വെക്കരുത്. ബൈബിൾ സ്റ്റഡി ഇത്രയൊക്കെ ഞാൻ പഠിച്ചു, ഇനി പഠിക്കാനൊന്നുമില്ലെന്ന് തീരുമാനിക്കേണ്ട. ഇനിയും പഠിക്കാനായിട്ട് ഒത്തിരി പാഠങ്ങളുണ്ട്. ബൈബിൾ സ്റ്റഡീസ് ഇനിയും വേണം. ഇനി പാട്ട്, എല്ലാ പാട്ടും പഠിച്ചു തീർന്നോ? ഇല്ല, ഇനിയും പാട്ടുകൾ പഠിക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും പാട്ടുകൾ പഠിക്കാനായിട്ടുണ്ട്. സന്ദർശിക്കാൻ ഇനിയും ആളുകളുണ്ട്. പലരെയും ഇനിയും സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. പല രോഗികളെ നിങ്ങൾ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. അശരണരെ, വിധവമാരായിരിക്കുന്നവരെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പലരെയും ഇത്രയും നാളും സന്ദർശിച്ചതുകൊണ്ട് ഇനി എനിക്ക് സന്ദർശിക്കേണ്ട എന്നല്ല, സന്ദർശിക്കണം. ഇനിയും ആ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. കർത്താവിനെ ഇനിയും സാക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സുവിശേഷം ഇനിയും മറ്റുള്ളവരോട് പറയേണ്ടതായിട്ടുണ്ട്. ഇനിയും ചിലരെ കൂടെ ദൈവസഭയിലേക്ക് കൂട്ടിക്കൊണ്ട് പരിചയപ്പെടുത്തി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. അല്ലാതെ ഞാനെല്ലാം തീർന്നു, ചെയ്തു, കഴിഞ്ഞു, ഇനി എനിക്കൊന്നുമില്ല, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയല്ല നമ്മെ ഭരിക്കേണ്ടത്. ഏത് നിലയിലെങ്കിലും, ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഇനിയും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എൻ്റെ അന്ത്യശ്വാസം വരെയും ആ അവസാനത്തെ ഹൃദയമിടിപ്പ് വരെയും എനിക്കിനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കുകയും ആ നിലയിൽ പറയുകയും ചെയ്യണം. നമ്മൾ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് അത് പറയുന്നത്. ദൈവം എന്താ പറയുന്നത്? ആ മതി, ഇനി നിർത്തിക്കോ എന്നല്ല യോശുവോട് പറഞ്ഞത്. യോശുവേ, ഇനിയും വളരെ ദേശം കൈവശമാക്കാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും ദൈവത്തോട് ചേർന്ന് പറയാം, ദൈവമേ, അങ്ങയോട് ചേർന്ന് ഞങ്ങളും പറയുന്നു, ഞാനും പറയുന്നു, എനിക്കിനിയും കൈവശമാക്കാൻ എൻ്റെ ഈ ജീവിതത്തിൽ, എൻ്റെ ഈ ആത്മിക ജീവിതത്തിൽ ഇനിയും എനിക്ക് കൈവശമാക്കുവാൻ പല കാര്യങ്ങളുണ്ട്. അത് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം. അതും പ്രകാരം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നിന്ന് അങ്ങനെ പറയുന്നവർ എത്രയോ ധന്യരാണ്. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.